താമരശ്ശേരിയിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു. മരണകാരണം കൂട്ടത്തല്ലിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. കൊലക്കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. ചേരിതിരിഞ്ഞേറ്റുമുട്ടിയത് 40-ലധികം കുട്ടികൾ. 4 പേർ ചേർന്ന് ഷഹബാസിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സംഘർഷം നടന്നത് 1 മിനിറ്റ് മാത്രമെന്നും ദൃക്സാക്ഷി. പ്രശ്നങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന നടന്നത് ഇൻസ്റ്റഗ്രാമിൽ. കാസർഗോഡ് 21-കാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. സന്ദേശം അയച്ചത് പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സപ്പിൽ. വിദേശത്തുള്ള ഭർത്താവ് ഫോണിലൂടെ നേരിട്ട് വിളിച്ചും മുത്തലാഖ് ചൊല്ലി. നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതി. സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ട മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പ് രംഗത്തെ വികസനത്തിന് വഴിയൊരുക്കിയത് എം ശിവശങ്കർ. ഉണ്ടായത് വ്യക്തിപരമായ ദൗർബല്യമെന്നും പിണറായി. കഞ്ചാവ് കേസിൽ പ്രതിഭ MLAയുടെ മകന് ക്ലീൻ ചിറ്റ്. കേസെടുത്ത ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. എക്സൈസ് CI ജയരാജനെതിരെ നടപടിയുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് VD സതീശനും K സുധാകരനും. പാർട്ടി അധികാരത്തിൽ തിരികെ എത്തിക്കുക ലക്ഷ്യം. പാർട്ടിയിൽ ഇതുവരെ ഇല്ലാത്ത ഐക്യമെന്ന് സതീശൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ പിതാവിന്റെ മൊഴിയെടുത്തു. സാമ്പത്തിക പ്രശ്നങ്ങളിൽ അടക്കം വ്യക്തത വരുത്താൻ നീക്കം. അമ്മ ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ 47 തൊഴിലാളികളെ പുറത്തെത്തിച്ചു. ഇനി രക്ഷിക്കാനുള്ളത് 8 പേരെ. അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എത്തും.